ഹസാർഡസ് ഗുഡ്സ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും അത് ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. എന്താണ് വളരെ അപകടകരമായ ഹസാർഡസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിന് നമുക്ക് വേറെ ചില നോമുകൾ കൂടി ഉണ്ട്. അത് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്ന ആൾക്കാർ അതിന് വേറെ കുറച്ച് നോംസ് കൂടെ ഉണ്ട്. നമ്മുടെ എൻവയോൺമെന്റൽ മിനിസ്ട്രിയിൽ നിന്നും ഹസാർഡസ് ഗുഡ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ബാറ്ററി, നിങ്ങൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വയ്ക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രകൃതി മന്ത്രാലയം എന്ന് പറയാമായിരിക്കും, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, അവരെ സമീപിക്കുകയും അവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് കുറച്ച് ഡ്യൂ ഡെലിജൻസും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയ ശേഷം ഇമ്പോർട്ടറിനോ എക്സ്പോർട്ടറിനോ അവർ ഒരു ഹസാർഡസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തരും. അപ്പൊ തന്നെ അവര് അതിനോടൊപ്പം തന്നെ അവര് ചില നോംസ് കൂടെ അതിനുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ബാറ്ററിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവര് പറയുന്നതെന്ന് പറഞ്ഞാല് അവരൊരു ലിസ്റ്റ് ഓഫ് റീസൈക്ലിംഗ് ആൾക്കാരുടെ, റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് തരും. ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള റീസൈക്ലേഴ്സിന്റെ ലിസ്റ്റ് തരും. ആ റീസൈക്ലേഴ്സുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മൾ സർട്ടിഫിക്കറ്റ് വഴി ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്, ഇറക്കുമതി ചെയ്യുകയാണ് എങ്കിൽ ഈ സാധനം നമ്മൾ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയും ഡീലർമാർ വഴിയും 2-3 തട്ട് താണ്ടി നമ്മൾ താഴത്തെ തട്ടിൽ കസ്റ്റമറിന് അല്ലെങ്കിൽ ഡീലർ വഴി സപ്ലൈ ചെയ്യുന്നു. സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം ഈ ബാറ്ററിക്ക് ഒരു ലൈഫ് ഉണ്ടല്ലോ, ഈ കുറച്ചു കാലം ഈ ബാറ്ററി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? സാധാരണ ഈ ബാറ്ററി എടുത്ത് നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുക. പക്ഷെ ഇവർ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാല് ഈ ഡീലർമാരെ കൊണ്ട് തന്നെ ഈ ബാറ്ററികൾ തിരികെ വാങ്ങി നമ്മൾ റീസൈക്ലിംഗ് സെന്റേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയോ അല്ലെങ്കിൽ ഇമ്പോർട്ടർ വഴിയോ അയച്ചു കൊടുക്കണം എന്നുള്ളത് അഷ്വർ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഹസാർഡസ് ഗുഡ്സ്. ഹസാർഡസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യാൻ കഴിയില്ല. ആ സർട്ടിഫിക്കറ്റ് അതിനോടൊപ്പം നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പ്രധാനമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരത്തിൽ ഹസാർഡസ് ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന സംരംഭകർ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് പ്രധാനമായിട്ടും പറയുമ്പോൾ നമുക്ക് ഞാനിപ്പോ പറഞ്ഞ ബാറ്ററിയുടെ കാര്യം തന്നെ, അതിൻ്റെ അകത്ത് ലെഡും പ്ലാസ്റ്റിക്കും സെപ്പറേറ്റ് ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ പ്രകൃതിക്ക്, നമ്മുടെ എൻവയോൺമെന്റിന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അഷ്വർ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ നയമാണ്. അത് ഇറക്കുമതി കൺട്രി ഏതാണ്, രാജ്യത്താണ് നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്നോ അവിടെയും അത് പ്രയോജനകരമായിട്ട് വരും. നമ്മുടെ രാജ്യത്തും അതിന്റെ ആവശ്യമായിട്ട് വരും. അത്തരത്തിലുള്ള സാധനങ്ങൾക്ക് ഹസാർഡസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നോട്ട് ചെയ്യുക.